ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടവുമായിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ആ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം തുടങ്ങിയ സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൈമ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ആ റൈസ് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു പാതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ പിന്നെ അത് ഒരു റൈസ് കുക്കറിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ബീഫിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സവാള, 1 തക്കാളി. പിന്നെ ഞാൻ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ എടുത്തു വെച്ചിരുന്ന ആ സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. ആ സവാളയും ആ പേസ്റ്റും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷമാണ് ഞാൻ പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ തക്കാളി പിന്നെ അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീഫില്ലേ, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഞാൻ കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കുക്കർ ഞാൻ അടുപ്പത്തുനിന്ന് എടുത്തതിന് ശേഷം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാനകത്തോട്ട് ശകലം എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചതിന് ശേഷം 1 സവാള എടുത്ത് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ സവാളയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാവേ. അതിനുശേഷം ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്ന അരി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇനി അതൊരു വേറൊരു പാത്രത്തിലാക്കാവേ. നമുക്കത് ലെയറായിട്ടൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രേവിയും റൈസും വേണ്ടിയിട്ട് ലെയറായിട്ട് പാത്രത്തിലിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുറത്തായിട്ട് പിന്നെ സവാള നമ്മൾ വറുത്ത് കോരിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്